أعوذ بالله من الشيطان الرجيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഴമേഘങ്ങളിൽ നിന്ന് അത് നിങ്ങളാണോ വർഷിപ്പിക്കുന്നത് അതോ നാമാണോ? ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മഴയെക്കുറിച്ച് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് എങ്ങനെയാണ് വെള്ളം നിലനിൽക്കുന്നത് എന്നതും, മഴ വർഷിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹു ഭൂമിയെ ജീവിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ ജീവിതം സാധ്യമാക്കുന്നത് എന്നതൊക്കെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ മഴ ഉണ്ടാകുന്ന രൂപത്തെക്കുറിച്ചും അതുപോലെ തന്നെ അത് ആ മഴ വർഷിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് മനുഷ്യന് അനുഗ്രഹമായി മാറുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മഴ രൂപപ്പെടുന്നതിനെക്കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അൽഹു റുകാമ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം എന്താ? താങ്കൾ കണ്ടില്ലയോ അള്ളാഹു എങ്ങനെയാണ് ഈ മഴമേഘങ്ങളെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുവരുന്നത്, എന്നിട്ട് അതിനെ പരസ്പരം കൂട്ടിയിണക്കുന്നത്, പിന്നെ അതിനെ ഇങ്ങനെ അട്ടിയട്ടിയായി രൂപപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ അതിൽ നിന്ന് പിന്നീട് തുള്ളി തുള്ളികളായിട്ട് മഴ വർഷിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചന അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. അപ്പോൾ ഇത് സയൻസ്, മഴ പെയ്യുന്നതിൻ്റെ സയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്? സമുദ്രങ്ങളിൽ നിന്ന്, ജലാശയങ്ങളിൽ നിന്ന് ബാഷ്പീകരണം വഴി അത് വെള്ളം മുകളിലേക്ക് പോവുകയും അത് പിന്നീട് ജലകണങ്ങളായി രൂപപ്പെട്ട് അത് മഴമേഘങ്ങളായി രൂപപ്പെട്ട് തണുത്തുറഞ്ഞ് അങ്ങനെ അതിൻ്റെ പ്രോസസ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിപ്പിക്കാനല്ല ഖുർആൻ ഇത് പറയുന്നത്. ഇപ്പോൾ ഖുർആനിൽ ശാസ്ത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിനകത്തെ പ്രതിഭാസങ്ങളെയും ഒക്കെ വിശദീകരിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ പണി, അല്ലേ? എന്തുകൊണ്ടാണ് മുകളിലേക്കൊരു സാധനം ഇട്ടാൽ താഴേക്ക് വീഴുന്നത്? എന്തുകൊണ്ടാണ്? എന്താ താഴേക്ക് വരുന്നത്? എന്താ മുകളിലേക്ക് പോവാത്തത്? അപ്പോൾ ഇതൊക്കെ ഓരോ പ്രതിഭാസങ്ങളാണ്. അപ്പോൾ സൂര്യാസ്തമയം, എന്താണ് സൂര്യാസ്തമയം? അതുപോലെ തന്നെ എന്താ സൂര്യഗ്രഹണം? ഇങ്ങനെയൊക്കെ തുടങ്ങി കുറേ പ്രതിഭാസങ്ങൾ നമ്മുടെ ചുറ്റുണ്ടാവും. ഇത് വിശദീകരിക്കുകയാണ് സയൻസ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് പിന്നിലുള്ള ഒരു പവർ എന്താണ്? ഇതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തി എന്താണ്? അതിനെക്കുറിച്ച് സയൻസ് പറയുന്നില്ല. സയൻസിൻ്റെ പണിയല്ല അത്. അപ്പോൾ സയൻസിന് അങ്ങനെ ഒരു പണിയില്ല. ഇതിൻ്റെ പിന്നിലൊരു ശക്തിയെ പരിചയപ്പെടുത്തുക എന്നുള്ള പണിയില്ല. സയൻസ് ഇത് വിശദീകരിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സയൻസും മതവും തമ്മിൽ വിരുദ്ധമാണ് എന്ന് പറഞ്ഞതിൽ അർത്ഥമൊന്നുമില്ല. കാരണം എന്താ? സയൻസ് ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കുകയാണ്. ഇസ്ലാം ചെയ്യുന്നത് ആ വിശദീകരണത്തിന് പിന്നിലുള്ള ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുക കൂടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഴമേഘങ്ങൾ രൂപപ്പെടുന്നതിനെക്കുറിച്ചും അത് രൂപപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് അള്ളാഹു എത്ര സൂക്ഷ്മമായിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിലൊക്കെ കുറേ അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താണ്? ഇപ്പോൾ സയൻസും നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് സയൻസ് എന്താ പറയുക? വെള്ളത്തിൽ എന്താ ഉള്ളത്? ഹൈഡ്രജനും ഓക്സിജനുമാണെന്ന് പറയും. ആ കാരണം എന്താ? വെള്ളം H2O. അപ്പോൾ വെള്ളം ചൂടാക്കിയാൽ ഹൈഡ്രജനും ഓക്സിജനാണ് വരിക. അപ്പോൾ വെള്ളത്തിൻ്റെ ഘടകങ്ങൾ അതാണ്. എന്നാൽ ഖുർആന് വെള്ളത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യമല്ല ചോദിക്കുന്നത്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? നിങ്ങളാണോ ആ മഴമേഘം ഉണ്ടാക്കിയത്? നിങ്ങളാണോ ആ മേഘത്തു നിന്ന് വെള്ളം ഇറക്കിയത്? അതോ നാമാണോ? മാത്രമല്ല അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്, വലൗ നശാഉ ലജഅൽനാഹു ഉജാജാ. നാം ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ ഈ മഴവെള്ളത്തിന് ഉപ്പ് രസം നൽകുമായിരുന്നു. അപ്പോൾ പിന്നെന്താവും? നമ്മൾ ആകെ ഇടങ്ങറായി പോവും, അല്ലേ? ഇപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, സമുദ്രത്തിലെ വെള്ളമാണ് ഏറ്റവും കൂടുതൽ മഴമേഘങ്ങൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ രുചി എന്താണ്? ഉപ്പ് രസമാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന മഴവെള്ളത്തിന് ആ ഉപ്പ് രുചിയില്ല. മറിച്ച് അത് നല്ല ശുദ്ധമായ വെള്ളമാണ്. ആരാണ് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം തരുന്നത്?
അപ്പോൾ ഈ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ അറിവിൻ്റെ പ്രത്യേകത കൂടി അതാണ്. അതായത് ഇസ്ലാം കുറേ വിവരങ്ങൾ തരല്ല ചെയ്യുക. അപ്പോൾ വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് എന്ന് പറഞ്ഞ് വിവരം തരിക മാത്രമല്ല ചെയ്യുക, അത് വലിയൊരു വിവരമാണ്. എന്നാൽ അതോടൊപ്പം കുറേ ആഡിങ്സ് ഇസ്ലാമിലുണ്ടാവും. അതായത് ആ വെള്ളം നമുക്ക് കുടിക്കാൻ പാകത്തിൽ തന്നതാരാണ്? അള്ളാഹ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതെങ്ങാനും ഭൂമിയിലേക്ക് അങ്ങ് താന്നുപോയാൽ ആരാണ് നിങ്ങൾക്ക് ശുദ്ധജലം കൊണ്ടുവന്ന് തരിക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം, മഴവെള്ളം നമുക്ക് ഉപ്പ് രസമില്ലാതെ സംവിധാനിച്ച് തന്ന അള്ളാഹിനെ തിരിച്ചറിയുക എന്നുള്ളത് അറിവിൻ്റെ മറ്റൊരു തലമാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദർ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു ഭൂമിയിലേക്കൊരു കണക്കനുസരിച്ചാണ് മഴ വർഷിപ്പിക്കുന്നത്. ഫ അസ്കന്നാഹു ഫിൽ അർള്, മാത്രമല്ല എന്നിട്ട് അതിനെ ഭൂമിയിൽ പിടിച്ചു വെക്കുക കൂടി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കണക്കുണ്ട്. ഭൂമിയിൽ എത്ര മഴ പെയ്യണം എന്നതിലൊരു കണക്കുണ്ട്. ചിലയിടത്ത് ചിലപ്പോൾ അത് നമ്മുടെ കണക്കിൽ അത് കൂടുതലാവും, ചിലയിടത്ത് അത് കുറവാകും. അങ്ങനെ കൂടുമ്പോൾ പ്രളയം ഉണ്ടാവും, കുറയുമ്പോൾ വരൾച്ച ഉണ്ടാവും. ഇപ്രാവശ്യത്തെ കൂടിപ്പോയി എന്ന് നമ്മൾ പറയും. പക്ഷെ അള്ളാഹ്ക്ക് അതിനൊരു കണക്കുണ്ട്. ഒരു പ്രദേശത്ത് എത്ര മഴ പെയ്യണം, ഒരു വർഷത്തിൽ എത്ര മഴ കിട്ടണം എന്നത് അള്ളാഹ് കൃത്യമായി കണക്കാക്കുന്നതാണ്. ഒരു വർഷത്ത് കുറയുന്നത് അള്ളാഹിൻ്റെ കണക്കാണ്. അപ്പോൾ മാത്രമല്ല, ഈ വർഷിക്കുന്ന മഴയെക്കുറിച്ച് അള്ളാഹ് പറയാണ്, അതിനെ നാം ഭൂമിയിൽ പിടിച്ചു വെക്കുന്നു എന്ന്. അത് വലിയൊരു കാര്യമാണ് അല്ലേ? ഇപ്പോൾ ഈ പെയ്യുന്ന മഴക്ക് അങ്ങനെ ഒലിച്ച് പുഴയിലൂടെയും കടലിലൂടെ അങ്ങനെ ഒഴുകി അങ്ങനെ പോയാൽ മനുഷ്യന്മാർക്ക് കൂടുതൽ ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പെയ്യുന്ന മഴയിൽ ഒരു ഭാഗം ഇങ്ങനെ ഒലിച്ചു പോകും, വേറെ കുറേ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറക്കി അതിനെ സൂക്ഷിക്കും. അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, ഇപ്പോൾ നമ്മുടെ ഭൂമിക്കടിയിലെ വെള്ളം. അപ്പോൾ ഈ ഭൂമിക്കടിയിലെ വെള്ളം ഇങ്ങനെ സംഭരിച്ച് നിർത്തുന്നത് കൊണ്ടാണ് നമുക്ക് ശുദ്ധജലം കിട്ടുന്നത്, അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടുന്നത്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാകുന്ന ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടർ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ വെള്ളത്തെ അള്ളാഹു ഇവിടെ പിടിച്ചു വെക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതാണ് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഇപ്പം ശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക പഠനമാണ്. കാരണം അള്ളാഹു അതിലേക്കൊക്കെ നമ്മളെ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ മഴ പെയ്യുന്നതിനെക്കുറിച്ചും അത് ഭൂമിയിൽ ആ വെള്ളം ഇറങ്ങുന്നതിനെക്കുറിച്ചും അത് നമുക്ക് മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാവുന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ദീനീ പഠനമാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മാത്രമല്ല, ഈ ഖദർ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. അള്ളാഹ് ഒരു കണക്കനുസരിച്ചാണ് ഇറക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മഴ പെയ്യുന്നതിൻ്റെ രീതി നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ മഴമേഘത്തിൽ നിന്ന് മഴ ഇങ്ങനെ കുത്തിയൊലിച്ച് താഴേക്ക് വരികയാണോ? അല്ലല്ലോ അല്ലേ? അതിങ്ങനെ ഒരു ഡ്രോപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് അത് താഴേക്കണ്ട് ഉപയോഗിക്കുക. അപ്പോൾ എന്താവും? ഒന്നിച്ചിട്ട് വരിക അല്ലേ? ഇപ്പോൾ നമ്മളൊരു വെള്ളച്ചാട്ടത്തിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ പോയാൽ ഇപ്പോൾ അതിരപ്പള്ളി പോയിട്ടുണ്ടാവും, ഇപ്പോൾ സൂചിപ്പാറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ പോയി എന്നാൽ എന്താണ്, ശക്തമായി ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മുടെ മേത്ത് പതിക്കും, ഒന്നിച്ചിങ്ങനെ പതിക്കുക. അത് അത്യാവശ്യം ചിലപ്പോൾ നല്ല പവർ ഉണ്ടാവും, വെള്ളത്തിന് നല്ല പവറാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ മേഘത്തിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ ഒഴുകുന്ന വേറെ ഒന്നിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം അത്രയും ഫോഴ്സിലാണ് അത് വരിക. അത്രയും ഉയരത്തുനിന്ന് അത്രയും ഫോഴ്സിൽ വരുമ്പോൾ നമ്മളുടെ ദേഹത്തൊക്കെ പഠിച്ചാൽ നമ്മൾ തകർന്നു പോകും, നമ്മളുടെ കെട്ടിടങ്ങൾ, വീടുകൾ ഇല്ലാതാകും. പക്ഷെ അങ്ങനെയാണോ വെള്ളം വരുന്നത്? അല്ല, നമുക്കൊരു കുട കൊണ്ട് തടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇങ്ങനെ ഡ്രോപ്പായിട്ട് അത് വരികയാണ്. എന്തുകൊണ്ടാണ് മഴവെള്ളം ഡ്രോപ്പായിട്ട് വരുന്നത് എന്നതിനും സയൻസ് വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, സർഫേസ് ടെൻഷനാണ്. അതിൻ്റെ വെള്ളത്തിൻ്റെ ഉപരിതലം, ഇപ്പോൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലുള്ള തന്മാത്രകൾ ഇങ്ങനെ ആകർഷിക്കപ്പെടും. ആ ആകർഷണം കൊണ്ട് വെള്ളം തുള്ളിയായിട്ട് മാറുന്നതിനെക്കുറിച്ചും അതിന് സഹായകരമായ രൂപത്തിൽ ഇതിൻ്റെ എയർ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇത് മുകളിൽ നിന്ന് എന്ത് സാധനം താഴേക്ക് വീഴുമ്പോഴും എയറിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ രൂപപ്പെടുന്നതാണ്. അപ്പോൾ ഈ മേഘത്തിൽ നിന്ന് വരുന്ന ഈ വെള്ളങ്ങളെ അതിൻ്റെ ഈ എയർ റെസിസ്റ്റൻസ് കൊണ്ടെന്താവും, അതിങ്ങനെ ചെറിയ ചെറിയ തുള്ളികളായിട്ട് മാറ്റപ്പെടുമെന്നാണ്. അതോടൊപ്പം മേഘങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. മേഘം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു വാട്ടർ ടാങ്ക് പോലെയുള്ള ഒരു സാധനം അല്ലല്ലോ. മറിച്ച് അതെന്താണ്, അത് ഇങ്ങനെ ജലകണങ്ങളും അതുപോലെ ഐസ് ക്രിസ്റ്റലുകളും ഒക്കെ ചേർന്നിട്ടാണ് ഈ മേഘങ്ങളുള്ളത്. അപ്പോൾ ഇങ്ങനെ മേഘത്തെ സംവിധാനിച്ചത്, അതിനൊരു എയർ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടാക്കി, ഈ പ്രപഞ്ചത്തിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി വെച്ചത്, ഇങ്ങനൊരു സർഫേസ് ടെൻഷൻ ഉണ്ടാക്കിയത്, ഇതൊക്കെ പടച്ചോനാണ്.
ഇതിലൂടെയാണ് ഈ വെള്ളത്തിന് തുള്ളികളായി മാറുന്നതും മനുഷ്യന് ഉപദ്രവകരമല്ലാത്ത രൂപത്തിൽ അത് ഭൂമിയിലേക്ക് പഴുതിറങ്ങുകയും ചെയ്യുന്നത്. അപ്പം പറഞ്ഞു വന്നത്, മഴക്കാലത്ത് നമ്മളിങ്ങനെ മഴ കൊണ്ടു പോകുമ്പോൾ ഖുർആൻ മഴയെക്കുറിച്ച് പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മളുടെ ആലോചനയിലുണ്ടാവണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവുക. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര സുന്ദരമായിട്ടാണ് ഇതിനെയൊക്കെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിൻ്റെ കഴിവിനെ പ്രകീർത്തിക്കാനും നല്ല വിശ്വാസിയാവാനൊക്കെ അതിലൂടെ കഴിയും. അപ്പോൾ മഴക്കാലത്ത് അള്ളാഹുവിനെ കൂടുതലായി അറിയാനുള്ള ഇത്തരം ചിന്തകളിലേക്ക് കൂടി നമ്മൾ പോകാൻ സമയം കണ്ടെത്തുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.